ഈശോയിൽ സ്നേഹമുള്ളവരെ, മദർ ഹോമിൻ്റെ ആത്മീയ സന്ധ്യയിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ശാന്തമായൊരു അന്തരീക്ഷത്തിൽ പുതിയ ഒരു വർഷത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചും ആയിരിക്കുന്ന ഒരു വർഷത്തിൻ്റെ അവസാനത്തെക്കുറിച്ചുമുള്ള നുറുങ്ങ് ചിന്തകൾ മാത്രം പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു കൊച്ചു പെൺകുട്ടി ഒരിക്കൽ പറഞ്ഞ ഒരു തമാശ കടങ്കഥ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നു. ആ കുട്ടിയുടെ കടങ്കഥ ഒരുപക്ഷെ നിങ്ങളും കേട്ടിട്ടുണ്ടാവും. ആ കുട്ടി പറഞ്ഞു, ഒരു റോഡ് ഇങ്ങനെ നേരെ മുമ്പോട്ട് പോകുന്നു. കുറേ അങ്ങ് പോയി കഴിയുമ്പോൾ അവിടെ ഒരു പാറക്കൂട്ടം. ആ പാറപ്പുറത്ത് ഒരു വലിയ പുലി ഇരിപ്പുണ്ട്. ഒരു ചെറുപ്പക്കാരൻ ബൈക്ക് ഓടിച്ചു പോവുകയാണ്. ഈ പാറയുടെ അടുത്തെത്തുന്ന റോഡ് രണ്ടായിട്ട് പിരിഞ്ഞു പോകുന്നുണ്ട്, ഇടത്തേക്കും വലത്തേക്കും. ചെറുപ്പക്കാരൻ ബൈക്ക് ഓടിച്ചു പോകുന്നു. ഈ പാറയുടെ അടുത്തേക്ക് ഓടിച്ചെത്തുമ്പോൾ പുലി ചാടിപ്പിടിക്കും. ഇടത്തേക്ക് പോയാലും പുലി പിടിക്കും, വലത്തേക്ക് പോയാലും പുലി പിടിക്കും. പുലി പിടിക്കാതെ എങ്ങനെ ഓടിച്ചു പോകും? ഇതാണ് കടങ്കഥ. ഞാൻ ആലോചിച്ചു, പുലി പിടിക്കാതെ എങ്ങനെ ഓടിച്ചു പോകും? ഇടത്തേക്ക് ഓടിച്ചു പോയാലും പുലി പിടിക്കും, വലത്തേക്ക് ഓടിച്ചു പോയാലും പുലി പിടിക്കും. ഞാൻ പല ഉത്തരങ്ങളും പറഞ്ഞു. ഉത്തരവൊന്നും ശരിയാകുന്നതായി കുട്ടി സമ്മതിക്കുന്നില്ല. കുട്ടി പറയുന്നത് എത്ര വേഗത്തിൽ ഓടിച്ചു പോയാലും പുലി പിടിക്കുമെന്നാണ്. അവസാനം 100 കടവും കുടിപ്പിച്ചതിന് ശേഷം ഈ കൊച്ചെന്നോട് പറഞ്ഞു, അത് ഇടത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തേക്ക് ഓടിച്ചു പോയാൽ മതി. സിഗ്നൽ ഇടത്തേക്ക് കാണുന്ന പുലി ഇടത്തേക്ക് ചാടും, വലത്തേക്ക് രക്ഷ പ്രാപിക്കാം. ഈ കുട്ടിയുടെ കടങ്കഥ എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുത്തി. ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചു. രസകരമായൊരു നുറുങ്ങാണത്. ഇടത്തേക്ക് സിഗ്നൽ കാണിച്ചിട്ട് വലത്തേക്ക് പോവുക. പ്രിയപ്പെട്ടവരെ, വഴി തിരിയുന്നു, വഴി മാറുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സാക്ഷ്യപത്രമാണിത് എന്നെനിക്ക് തോന്നുകയാണ്. ഇതൊരു ലോഹയാണ്, ഒരു പൗരോഹിത്യത്തിൻ്റെ അടയാളമാണ്, ഒരു സിഗ്നലാണ്. ഈ സിഗ്നൽ എപ്പോഴും ദൈവത്തിൻ്റെ വഴിക്കാണ് എന്നത് സൂചിപ്പിക്കുന്നതാണ്. പക്ഷെ പലപ്പോഴും വഴി മാറുന്നു, വഴി പിരിയുന്നു. അതുകൊണ്ട് വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 30-ാം വാക്യം പറയുന്നു, നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിച്ച് കർത്താവിങ്കിലേക്ക് തിരിയാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളായിരിക്കുക. എന്ന് വെച്ചാൽ 2017-ാം ആണ്ടിൻ്റെ അവസാനം, 2018-ാം ആണ്ടിൻ്റെ പ്രാരംഭം. ഈ ഒരു വർഷത്തിൻ്റെ അവസാനത്തെ പടിയിൽ നിന്നുകൊണ്ട് അടുത്ത വർഷത്തിൻ്റെ പ്രാരംഭ ചവിട്ടുപടിയിലേക്ക് പദമൂന്നാൻ ശ്രമിക്കുമ്പോൾ ഇത്തിരിയൊന്ന് നമുക്ക് ചിന്തിക്കണം. കാരണം എല്ലാ സ്ഥാപനങ്ങളും വാർഷിക കണക്കെടുപ്പ് നടത്താറുണ്ട്. ഓരോ വ്യക്തികളും അതുപോലെ ഒരു വർഷത്തിൻ്റെ വരവും ചെലവും, ഒരു വർഷത്തിലെ നന്മയുടെയും തിന്മയുടെയും കണക്കുകൾ, ഒരു വർഷത്തിൻ്റെ വിജയ പരാജയങ്ങളുടെ ലിസ്റ്റ്, ഒരു വർഷത്തിൻ്റെ സങ്കട സന്തോഷത്തിൻ്റെ കണക്കുകളൊക്കെ എടുത്ത് ഒന്ന് പരിശോധിച്ച് പൗത്രീകരിക്കുന്നത് വളരെ നല്ലതാണ്, അത് ആവശ്യവുമാണ്. ഒരു വർഷത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ 8760 മണിക്കൂറാണ് ഈ കഴിഞ്ഞ ഒരു വർഷം, അല്ലെങ്കിൽ തീരുന്ന ഈ വർഷം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. 365 അല്ലെ 65 ദിവസം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്രയും ദിവസങ്ങൾ ദൈവം നമുക്ക് കൃപയാൽ ദാനമായി നൽകിയപ്പോൾ നമുക്കൊരു കാര്യം ഓർക്കേണ്ടത്, നമ്മളോടൊപ്പം പദം വെച്ച് മുന്നോട്ട് പോകുന്ന പലരും ഇന്ന് ഒപ്പമില്ല. ഈ ജീവിത യാത്രയ്ക്കിടയിൽ വഴിപിരിഞ്ഞ് നിത്യതയിലേക്ക്, മരണത്തിലേക്ക് കടന്നുപോയവർ എത്രയോ പേര്. സങ്കടകരമായ മരണങ്ങൾ, വേദനാനിർഭരമായ വേർപാടുകൾ,
അങ്ങനെ അനേകർ വഴിമാറി, അനേകർ വഴിപിരിഞ്ഞു. പക്ഷേ വീണ്ടും ഒരു വർഷത്തിൻ്റെ പ്രഭാതം കാണാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. നമുക്ക് നന്ദി പറയണം. ഒരു ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ടുഡേ ഈസ് ദ ഫസ്റ്റ് ഡേ ഇൻ ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്. ഇന്ന് നിൻ്റെ ശേഷിക്കുന്ന ജീവിതത്തിൻ്റെ പ്രാരംഭ ദിനമാണ്. അങ്ങനെയെങ്കിൽ 2018 എന്ന് പറയുന്നത് നമുക്ക് ശേഷിക്കുന്ന ആയുസിൻ്റെ പ്രാരംഭ വർഷമാണ്. ഈ കഴിഞ്ഞ ഒരു കാലഘട്ടം അല്ലെ ഒരു വർഷം നമ്മളെ ജീവിക്കാൻ അനുവദിച്ചതിന്, നമ്മുടെ ആയുസ് ദീർഘിപ്പിച്ച് തന്നതിന് നമുക്ക് ദൈവത്തിന് ആത്മാർത്ഥമായി മനസ്സ് നിറയെ നന്ദി പറയണം. ഹെസക്കിയ രാജാവ് രോഗബാധിതനായി കിടക്കുന്നു. ദൈവം ഏലിയായോട് പറഞ്ഞു, നീ ചെല്ല്, എന്നിട്ട് രാജാവിനോട് പറ, നിൻ്റെ കണക്കുകൾ ക്രമപ്പെടുത്തുക, കാരണം നീ താമസിയാതെ മരിക്കും. പ്രവാചകൻ കൊട്ടാരത്തിലെത്തി രാജാവിനോട് പറഞ്ഞു, രാജാവേ, നിൻ്റെ കണക്കുകൾ നീ ക്രമപ്പെടുത്തുക, നീ താമസിയാതെ മരിക്കും. ഈ സന്ദേശം കൊടുത്തിട്ട് പ്രവാചകൻ തിരികെ നടന്നു. ഭിത്തിയോട് മുഖം ചേർത്ത് വെച്ച് രാജാവ് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, നിൻ്റെ മുമ്പിൽ ശുദ്ധിയോടെ വ്യാപരിച്ച ഒരാളല്ലേ ഞാൻ, എൻ്റെ ആയുസ് ദീർഘിപ്പിച്ചു തരണമേ. അവൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, കൊട്ടാരത്തിൻ്റെ അങ്കണം വിട്ടില്ല. ദൈവം ഏലിയായോട് പറഞ്ഞു, നീ തിരിച്ചു ചെന്നിട്ട് രാജാവിനോട് പറ, നിൻ്റെ ആയുസ് 15 വർഷം കൂടി ഞാൻ ദീർഘിപ്പിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 15 വർഷം കൂടി ആയുസ് ദീർഘിപ്പിച്ച് കിട്ടിയ രാജാവ് ദൈവത്തിന് നന്ദി പറഞ്ഞു. എത്രയോ വർഷം ദൈവം നമ്മുടെ ആയുസ് ദീർഘിപ്പിച്ച് തരുന്നു. ഓരോ വർഷവും നമ്മുടെ ആയുസ് ദീർഘിപ്പിച്ച് തരുമ്പോൾ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ബലസിദ്ധി ഉണ്ടാകുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ആത്മശോധന ചെയ്യണ്ടേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമതായി ആയുസ് ദീർഘിപ്പിച്ചതിന് ദൈവത്തിന് നന്ദി പറയണം. ഈ ഒരു വർഷക്കാലം നമ്മുടെ സമയം പാഴായിപ്പോയോ എന്ന് ആലോചിക്കണം. 8760 മണിക്കൂർ ദൈവം നമുക്ക് അനുഗ്രഹമായി നൽകിയിട്ട് ഇതിലെത്ര മണിക്കൂർ നമ്മൾ പാഴാക്കി കളഞ്ഞു, ഉപയോഗമില്ലാതെ മാറ്റിക്കളഞ്ഞു? അലസത, മടി, ഉത്തരവാദിത്വമില്ലായ്മ, പ്രവർത്തന ശേഷിക്കുറവ്, കാര്യങ്ങളെ മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട് അങ്ങനെ സമയം പാഴാക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് മാപ്പ് ചോദിക്കണം. കാരണം സമയം പുണ്യമാണ്, അത് ദൈവത്തിൻ്റെ ദാനമാണ്. സ്പെയിനിലെ മാഡ്രിഡിൻ്റെ പ്രസിദ്ധമായ ടവറിൽ സമയം കാണിക്കുന്ന സൂചിക ക്ലോക്കിൽ ഇങ്ങനൊരു വാചകം എഴുതി വച്ചിട്ടുണ്ട്: സമയം പറക്കുന്നു. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നൺ. സമയവും തിരമാലയും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു വർഷം സമാപിക്കുമ്പോൾ, ഈ ഒരു വർഷക്കാലം ഫലശൂന്യമായി പോയോ എൻ്റെ ജീവിതം? ഫലമില്ലാതായിപ്പോയോ? സമയത്തെ ഞാൻ പാഴാക്കിയോ? എനിക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങളൊക്കെ ഞാൻ പാഴാക്കിയോ? നന്മ ചെയ്യാനും ദൈവത്തിനും സഹോദരങ്ങൾക്കും സമൂഹത്തിനു വേണ്ടി എൻ്റെ ഊർജവും അതുപോലെ എൻ്റെ കഴിവും വിനിയോഗിക്കേണ്ടിടത്ത് ഞാനിത് വിനിയോഗിക്കാതിരുന്നോ? ആത്മശോധന ചെയ്യാം. രണ്ടാമതായിട്ട്, ഈ ഒരു വർഷക്കാലം ഒത്തിരി വിജയങ്ങളെ പുൽകിയവരുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലയിൽ ദൈവം നമുക്ക് വിജയം തന്നിട്ടുണ്ട്. ആ വിജയങ്ങൾക്കെല്ലാം ആത്മാർത്ഥമായി നന്ദി പറയണം. ഒരു നഴ്സറി കലോത്സവത്തിൽ പങ്കുചേരാൻ ഇടവന്നു. സ്റ്റേജിൽ മാലാഖ കുഞ്ഞുങ്ങൾ വളരെ മനോഹരമായി ഗാനത്തിനും താളത്തിനൊപ്പം
സ്റ്റെപ്പ് വെച്ച് ഡാൻസ് ചെയ്യുകയാണ്. ഓഡിയൻസിനെ ശ്രദ്ധിച്ചു, ഈ ഡാൻസ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചു. എത്ര ഹൃദയചേർച്ചയാണ്! വളരെ മനോഹരമായി സ്റ്റെപ്പ് തെറ്റാതെ നന്നേ ചെറുതിലെ ഈ കുഞ്ഞുങ്ങൾ ഭംഗിയായി ഡാൻസ് ചെയ്യുന്നത് അത്ഭുതത്തോടെ ഞാൻ നോക്കി നിന്നു. ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ, എന്തുകൊണ്ടാണ് ഇതിൽ ഒരു കുട്ടിയുടെ പോലും സ്റ്റെപ്പ് തെറ്റുന്നില്ലല്ലോ? താളത്തിനൊത്ത് സ്റ്റെപ്പ് വെച്ച് അവർ ഡാൻസ് ചെയ്യുകയാണ്. പെട്ടെന്നാണ് ഞാനൊരു കാഴ്ച കണ്ടത്. സ്റ്റേജിൻ്റെ മുൻഭാഗത്തെ സൈഡിൽ കർട്ടൻ്റെ ഒരു വിരിക്ക് മറവിൽ നിന്നുകൊണ്ട് അവരെ ഡാൻസ് പഠിപ്പിച്ച ടീച്ചർ നിന്നുകൊണ്ട് കരങ്ങളടിച്ച് താളമടിച്ചു കൊടുക്കുകയാണ്. അറിയാതെ ഈ കുഞ്ഞുങ്ങൾ ഓഡിയൻസ് കാണാതെ പാളി നോക്കുന്നുണ്ട്. ഈ ടീച്ചറാകട്ടെ താളമടിച്ചു കൊടുക്കുകയാണ്. ഈ താളത്തിനൊത്താണ് കുട്ടികൾ സ്റ്റെപ്പ് തെറ്റാതെ ഡാൻസ് കളിക്കുന്നത്. ഇതെന്നെ വലിയ ചിന്തയിലേക്ക് എത്തിച്ചു. നമ്മുടെ ജീവിതത്തിൻ്റെ വിജയതാളം അത് തെറ്റാതെ പോയത് നിൻ്റെ രക്ഷകനായ ദൈവം നിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് കൃപയുടെ താളമടിച്ച് തന്നതുകൊണ്ടാണ്. എൻ്റെയും നിങ്ങളുടെയും വിജയം, നമ്മൾ എവിടെയെല്ലാം വിജയത്തിലെത്തിയോ പ്രിയപ്പെട്ടവരെ, പിന്നാമ്പുറത്ത് നിന്നുകൊണ്ട് എൻ്റെ ദൈവം നിൻ്റെ ജീവിതക്രമമോ താളമോ തെറ്റാതിരിക്കാനായിട്ട് താളത്തിൻ്റെ കൃപ നമുക്ക് പങ്കുവച്ച് തരുന്നുണ്ട്. അതുകൊണ്ട് ചെറുതും വലുതുമായ എല്ലാ വിജയങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയണം. പ്രിയപ്പെട്ടവരെ, ഇതിനോട് ചേർന്ന് വരുന്ന ഒന്നാണ് സങ്കടങ്ങളും പരാജയങ്ങളും. ഒത്തിരി സങ്കടങ്ങൾ ഈ വർഷം വന്നിട്ടുണ്ടാവാം, പരാജയങ്ങൾ രുചിച്ചിട്ടുണ്ടാവാം. പരാജയങ്ങളുടെ കയ്പുനീര് ഏറെ കുടിച്ചിട്ടുണ്ടാവാം. ഒരുപക്ഷെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ മരണത്താൽ വേർപെട്ടു പോയിട്ടുണ്ടാവാം. സഹിക്കാനാവാത്ത വേദന, നെഞ്ചു പിളർക്കുന്ന സങ്കടം, വറ്റാത്ത കണ്ണീര് നമുക്ക് ഈ വർഷം സമ്മാനമായി നൽകിയിട്ടുണ്ടാവാം. നമ്മുടെ പ്രതീക്ഷകളൊന്നും പൂവണിയാതെ നിന്നിട്ടുണ്ടാവാം. ഒന്നിനു പിറകെ ഒന്നായിട്ട് പരാജയങ്ങൾ നമ്മളെ മുക്കിക്കളയുമ്പോൾ തമ്പുരാൻ്റെ മുമ്പിൽ നമ്മളെ സമർപ്പിക്കാം. വേദനിക്കരുത്, വേദനിക്കാം, പക്ഷേ ആ വേദന ഹൃദയത്തിൽ നമ്മളെ തകർത്ത് കളയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കരുത്. കാരണം എല്ലാ സഹനങ്ങളുടെയും പിന്നിൽ കരുതലിൻ്റെ ഒരു കരമുണ്ട്. അത് മറന്നു പോവാതിരിക്കട്ടെ. വേദനയിലൂടെയും പരാജയത്തിലൂടെയും ഈ ഒരു വർഷക്കാലം ദൈവം നമ്മളെ കടത്തിവിട്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ മുമ്പിൽ ആ സങ്കടങ്ങളെ സമർപ്പിച്ച്, ആ വേദനകളെ സമർപ്പിച്ച് പുതിയ ഒരു ഉദയത്തിലേക്ക് ദൈവം നമ്മളെ വളർത്തും എന്നത് സത്യമാണ്. മുന്നോട്ടും പിറകോട്ടും എഴുതിയാൽ ഒരുപോലെ വരുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്. നെപ്പോളിയൻ പറഞ്ഞതാണ്, ഏബിൾ വാസ് ഐ ഏർ ഐ സോ എൽബ. എൽബ കാണുന്നിടം വരെ ഞാൻ കഴിവുറ്റവനായിരുന്നു എന്നാണ് ഈ സെൻറ്റൻസിനർത്ഥം. എൽബ എന്ന് പറഞ്ഞാൽ നെപ്പോളിയനെ നാട് കടത്തിയ ദ്വീപാണ്. ഈ നെപ്പോളിയൻ പറയുകയാണ്, എൽബ ദ്വീപ് കാണുന്നിടം വരെ ഞാൻ ശക്തിമാനായിരുന്നു. എൽബ ദ്വീപിൽ നാട് കടത്തപ്പെട്ടപ്പോഴാണ് ആ മനുഷ്യൻ തളർന്നു പോയത്. പക്ഷേ നാട് കടത്തപ്പെട്ട സ്ഥലത്തെ ഗുഹയ്ക്കുള്ളിൽ ഏകനായി സങ്കടത്തോടെ ഇരിക്കുമ്പോൾ നെപ്പോളിയൻ ഒരു കാഴ്ച കണ്ടു. തൊട്ടു മുമ്പിൽ ഒരു ചിലന്തി വല കെട്ടുന്നു. ഒരു ചെറിയ കമ്പ് പൊട്ടിച്ചെടുത്ത് നെപ്പോളിയൻ ആ വല പൊട്ടിച്ചു കളഞ്ഞു. ആ സമയം തന്നെ ചിലന്തി വീണ്ടും ചാടി വല കെട്ടുന്നു. നെപ്പോളിയൻ വീണ്ടും അത് പൊട്ടിച്ചു കളഞ്ഞു. വീണ്ടും ചിലന്തി വല കെട്ടി. എപ്പോഴൊക്കെ നെപ്പോളിയൻ ആ വല പൊട്ടിച്ചു കളഞ്ഞോ അപ്പോഴൊക്കെ ചിലന്തി വീണ്ടും വല കെട്ടിക്കൊണ്ടിരുന്നു. ആ മനുഷ്യൻ പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക് വലിയൊരു കരുത്ത് നേടുവാനായി ഈ ചിലന്തിയുടെ വലകെട്ടൽ കാരണമായി. അങ്ങനെ നെപ്പോളിയൻ പിന്നീട് പറഞ്ഞു, നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അസാധ്യമായി ഒന്നുമില്ല. പരിശ്രമം ചെയ്യുകയിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കരങ്ങളെ നൽകിയത്രേ മർത്യനെ പാരിലയച്ചതീശൻ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പരിശ്രമം ചെയ്താൽ ഏത് സങ്കടങ്ങളെയും മറികടക്കാൻ പോരുന്ന കൃപ നൽകിയാണ് ദൈവം നമ്മളെ അയച്ചിരിക്കുന്നത്. ദീർഘങ്ങളാം കരങ്ങളെ നൽകി. അതുകൊണ്ട്
ഈ വർഷത്തെ പരാജയത്തെ മറക്കാം. കുഴികുത്തി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ. ഈ പുതിയ വത്സരത്തിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് ചിന്തിക്കേണ്ടത്, ഈ ഒരു വർഷക്കാലം ആത്മീയമായി ഞാൻ എത്ര വളർന്നു, ആത്മീയമായി എനിക്ക് വളർച്ചയുണ്ടായോ? പ്രാർത്ഥനയിൽ, അപേക്ഷയിൽ, അഭിഷേകത്തിൽ, ചൈതന്യത്തിൽ ഞാൻ വളർന്നോ? ആത്മീയതയിൽ നാം വളർന്നെങ്കിൽ സ്വാഭാവികമായും ധാർമ്മിക ജീവിതത്തിലും നാം മുന്നോട്ട് പോയിട്ടുണ്ട്. ആത്മീയ ജീവിതത്തിൽ നാം പരാജയപ്പെട്ടു പോയെങ്കിൽ ധാർമ്മിക ജീവിതത്തിലും നമ്മൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു നാണയത്തിൻ്റെ ഇരുപുറങ്ങളാണ് ആത്മീയ ജീവിതവും ധാർമ്മിക ജീവിതവും. അതാണ് പ്രധാനപ്പെട്ടത്. ഒരു പുഴയിൽ വഞ്ചിയിൽ 3 പണ്ഡിതർ അക്കരയ്ക്ക് പോവുകയാണ്. തുഴക്കാരൻ തുഴയെറിഞ്ഞ് ഈ വഞ്ചി പുഴയിലൂടെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. വലിയ ജ്ഞാനികളായ ഇവർ വഞ്ചിയിലിരുന്ന് ഗൗരവങ്ങളായ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഇവയൊന്നും മനസ്സിലാകാതെ ഈ വഞ്ചിക്കാരൻ തുഴയെറിയുകയാണ്. ഈ വഞ്ചിക്കാരൻ്റെ അറിവില്ലായ്മയെ കുറിച്ച് ഈ പണ്ഡിതർ ചിന്തിച്ചു. ദൈവമേ, അറിവില്ലാത്ത എത്രയോ ഈ ഭൂമുഖത്തുണ്ട്, അവിടെ അവസ്ഥ എന്താ? അതിലൊരു പണ്ഡിതൻ ഈ വഞ്ചിക്കാരനോട് ചോദിച്ചു, സഹോദര, നിങ്ങൾക്ക് കോസ്മോളജി അറിയാവോ? വഞ്ചിക്കാരൻ അമ്പരന്നു. കോസ്മോളജിയോ? അതെനിക്കറിയില്ല. പണ്ഡിതൻ പറഞ്ഞു, കോസ്മോളജി എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയെക്കുറിച്ചുള്ള പഠനമാണ് കോസ്മോളജി. കോസ്മോളജി അറിയില്ലെങ്കിൽ ജീവിതത്തിൻ്റെ പകുതി പോക്ക. വഞ്ചിക്കാരന് സങ്കടമായി. അറിവ് നേടാൻ സാധിച്ചില്ല. വഞ്ചി പിന്നെയും മുമ്പോട്ട് പോകുകയാണ്. രണ്ടാമത്തെ പണ്ഡിതൻ വഞ്ചിക്കാരൻ്റെ അറിവ് പരീക്ഷിക്കാൻ ചോദിച്ചു, സഹോദര, നിങ്ങൾക്ക് സൈക്കോളജി അറിയാവോ? വഞ്ചിക്കാരൻ പറഞ്ഞു, എന്താണ് സൈക്കോളജി എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ പണ്ഡിതൻ പറഞ്ഞു, സൈക്കോളജി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ചും അവൻ്റെ മാനസിക വ്യാപാരങ്ങളെക്കുറിച്ചും അവൻ്റെ സ്വഭാവ പ്രത്യേകതകളെക്കുറിച്ചും ഉള്ള പഠനമാണ്. അത് നിങ്ങൾക്കറിയില്ലേ? വഞ്ചിക്കാരൻ പറഞ്ഞു, എനിക്കറിയില്ല. ഈ പണ്ഡിതൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതം പകുതി നഷ്ടമായി. വഞ്ചിക്കാരന് സങ്കടമായി. വഞ്ചി പിന്നെയും ഏകദേശം പുഴയുടെ നടുക്കെത്തി. അപ്പോൾ മൂന്നാമത്തെ പണ്ഡിതൻ വഞ്ചിക്കാരനോട് ചോദിച്ചു, സഹോദര, നിങ്ങൾക്ക് ഫിസിയോളജി അറിയാവോ? ഫിസിയോളജിയോ? വഞ്ചിക്കാരൻ അമ്പരന്ന് പോയി. വഞ്ചിക്കാരൻ പറഞ്ഞു, എനിക്ക് അങ്ങനെയുള്ള ഓളജിയൊന്നും അറിയില്ല. എന്താണ് ഈ ഫിസിയോളജി? അപ്പോൾ പണ്ഡിതൻ പറഞ്ഞു, അത് ശരീരത്തെക്കുറിച്ചുള്ള പഠനമാണ്, ശരീരഘടനയെക്കുറിച്ചുള്ള പഠനമാണ് ഫിസിയോളജി. വഞ്ചിക്കാരൻ പറഞ്ഞു, എനിക്കറിയില്ല. അപ്പോൾ പണ്ഡിതൻ പറഞ്ഞു, നിങ്ങൾക്ക് ഫിസിയോളജി അറിയില്ലല്ലേ? ഇല്ല. അങ്ങനെയെങ്കിൽ ജീവിതത്തിൻ്റെ പകുതി നഷ്ടമായി. വഞ്ചിക്കാരന് സങ്കടമായി. വഞ്ചി പിന്നെ മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോൾ വഞ്ചി ഏകദേശം പുഴയുടെ നടുവിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വഞ്ചിക്കാരൻ ഈ പണ്ഡിതരോട് ചോദിച്ചു, അല്ലയോ സാറന്മാരെ, നിങ്ങൾക്ക് നീന്തോളജി അറിയാവോ? പണ്ഡിതന്മാർ പറഞ്ഞു, നീന്തോളജിയോ? അതെന്താണ്? ഞങ്ങൾക്കറിയില്ല. അപ്പോൾ വഞ്ചിക്കാരൻ പറഞ്ഞു, നീന്തോളജി എന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്ക് ചാടി മുങ്ങിപ്പോകാതെ അക്കരയ്ക്ക് കയ്യും കാലുമിട്ടടിച്ച് രക്ഷപ്പെടുന്നതിനാണ് നീന്തോളജി എന്ന് പറയുന്നത്. അയ്യോ, അത് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ വഞ്ചിക്കാരൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ജീവിതം മുഴുവൻ തീർന്നു. കാരണം വഞ്ചിയിൽ വെള്ളം കയറാൻ തുടങ്ങി, വഞ്ചി മുങ്ങാൻ പോവുകയാണ്, ഇനി രക്ഷയില്ല. നീന്തോളജി അറിയാൻ പാടില്ലാത്ത പണ്ഡിതർ ആ പുഴയിൽ മുങ്ങി മരിച്ചു എന്നാണ് കഥയുടെ ബാക്കി. അതേസമയം നീന്തറിയാമായിരുന്ന വഞ്ചിക്കാരൻ നീന്തി രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, തമാശ രൂപേണ ഈ ഒരു നുറുങ്ങ് ഞാൻ അവതരിപ്പിച്ചപ്പോൾ ഇന്നത്തെ ആധുനിക യുഗത്തിലെ കുത്തിയൊഴുകുന്ന തിന്മയും അസ്വസ്ഥതയും തകർച്ചകളും കൊലപാതകങ്ങളും മൂല്യശോഷണങ്ങളും അടങ്ങിയ ഒരു ജീവിതത്തെയാണ് പുഴയായിട്ട് അച്ഛൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ പരിശ്രമിക്കുക. ഇവിടെ രക്ഷപ്പെടണമെങ്കിൽ നീന്തോളജി അറിയാതെ തരവില്ല. എന്താണ് ഈ നീന്തോളജി? അത് മൂല്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ജീവിതമാണ്, വിശുദ്ധമായ ജീവിതമാണ്, സഹോദരങ്ങളുടെ നന്മയെ മാത്രം കാക്ഷിച്ചുകൊണ്ട് ഒരു സമർപ്പണമാണിത്. അന്യൻ്റെ വേദന
കണ്ടറിയുന്ന വ്യക്തി ആശ്വാസത്തിൻ്റെ കരം നീട്ടുന്ന അവസ്ഥയാണിത്. ചുറ്റും തിന്മ പെരുകുമ്പോൾ കൊലപാതകങ്ങൾ, തകർച്ചകൾ, അസ്വസ്ഥതകൾ, വൈരാഗ്യ ചിന്തകൾ വർദ്ധമാനമായി വരുമ്പോൾ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നന്മയുടെയും കൂട്ടായ്മയുടെയും ശീലുകൾ പങ്കുവയ്ക്കുവാൻ, ആ രീതി ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്കായില്ലെങ്കിൽ ജീവിതം അർത്ഥമില്ലാതെ മാറും. സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ടീച്ചേഴ്സും സഹപാഠികളും ഒരിക്കൽ എൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്തു. അപ്പോൾ ഒരു വിഷിംഗ് സോങ് ഒരു കൊച്ചൊരു പാടി, ഒരു കവിതയായിരുന്നത്. അതെൻ്റെ ഹൃദയത്തിൽ തറച്ചു. ആ കവിത ഇങ്ങനെയാണ്: വയസ്സ് കൂട്ടുവാൻ വേണ്ടി വന്നെത്തും ജന്മതാരകം, വൈരിയാണോ സുഹൃത്താണോ വളരെ സംശയിപ്പൂ ഞാൻ, ആദ്യമാദ്യം എനിക്കുണ്ടായി വളരാനുള്ള കൗതുകം, അത് വേണ്ടിയിരുന്നില്ലെന്നിന്ന് തോന്നുന്നതെന്തിനോ, ഇഷ്ടാനിഷ്ടങ്ങൾ കൊണ്ടെന്തു കാര്യം, പ്രകൃതിയുടെ താളത്തിനൊത്തു നീങ്ങാതെ പറ്റുമോ, പിന്തിരിഞ്ഞു നടന്നിടാനാകാതുള്ളൊരു യാത്രയിൽ പിറന്നാളുകൾ ഓരോന്നും നാഴികക്കുറ്റിയല്ലയോ. എൻ്റെ മനസ്സിനെ ഉടക്കിയ ഒരൊറ്റ ലൈനാണ്: പിന്തിരിഞ്ഞു നടന്നിടാനാകാതുള്ളൊരു യാത്രയിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ യാത്ര പിന്തിരിഞ്ഞു നടക്കാൻ പറ്റാത്ത യാത്രയാണ്. ഈ നാളുകളിൽ ഒരു നുറുങ്ങ് വായിച്ചത് ഓർക്കുന്നു. ഏതാനും പത്രപ്രവർത്തകർ ദൈവത്തോട് ഇൻ്റർവ്യൂ നടത്തി. ദൈവത്തോട് അവർ ചോദിച്ചു: ദൈവമേ, മനുഷ്യരുടെ ചില പ്രത്യേകതകൾ കണ്ട് അങ്ങ് അമ്പരന്ന് പോയത് എപ്പോഴൊക്കെയാണ്? ദൈവം പറഞ്ഞു: ഒന്ന്, കുട്ടികളായിരിക്കുമ്പോൾ വലുതാകാൻ ആഗ്രഹിക്കുന്നു, വലുതായി കഴിയുമ്പോൾ വീണ്ടും കുട്ടികളാകാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത് ദൈവം പറഞ്ഞു, പണമുണ്ടാക്കാനായി ആരോഗ്യം മറന്ന് അധ്വാനിക്കും, അങ്ങനെ ശേഖരിച്ച പണം പിന്നീട് ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് ഉപയോഗിച്ച് കളയും. മൂന്നാമതായി മനുഷ്യൻ്റെ ഒരു പ്രത്യേകത കണ്ടത്, ഭാവിയെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠ നിമിത്തം ഭാവിയെ നശിപ്പിച്ച് കളയും. അങ്ങനെ വർത്തമാനകാലവുമില്ല, ഭാവി കാലവുമില്ല. സത്യത്തിൽ ഇത് ചിന്തനീയമാണ്. ഫലമില്ലാത്ത ജീവിതം, ഫലമില്ലാത്ത അധ്വാനം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വർഷത്തിൻ്റെ അവസാനത്തിൽ, പുതിയ ഒരു വർഷത്തിൻ്റെ ആരംഭത്തിൽ ഫലദായകമായി ജീവിക്കും എന്ന് നമുക്ക് തീരുമാനമെടുക്കാം. ഓർക്കേണ്ടത് നമ്മുടെ മുമ്പിൽ ഒരു മരണമുണ്ട് എന്നാണ്. അത് ഇന്ന് അല്ലെ നാളെ സംഭവിക്കാം. എന്ന് സംഭവിച്ചാലും അത് നിത്യ ജീവനിലേക്കുള്ള ഒരു ജനനമാകണമെങ്കിൽ ഏറ്റവും ശ്രദ്ധയോടെ ജീവിക്കാനായിട്ട് ഒരു പുതിയ വത്സരം നമ്മളെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. മേരി ജോൺ തോട്ടത്തിൻ്റെ മനോഹരമായ ഒരു കവിതയുടെ 4 ലൈൻ ഇങ്ങനെയാണ്: സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലേ നമുക്ക് പിന്നെ എന്ത് ചിന്ത, മാറ്റമൊന്നുമില്ലതിൽ. പ്രിയപ്പെട്ടവരെ, ആ ഒരു സത്യത്തിന് മാറ്റമില്ല. ദൈവം നമ്മളെ മരണത്തിലൂടെയാണ് അവൻ്റെ സന്നിധിയിലേക്ക് വിളിക്കുന്നതെങ്കിൽ, എന്നാണ് എപ്പോഴാണെന്ന് അറിയില്ലെങ്കിൽ, വീണ്ടും ഒരു വർഷം കൂടി നമുക്ക് ഇല്ലെങ്കിൽ, നമ്മുടെ ദിനങ്ങൾ നമുക്ക് ചുരുങ്ങിപ്പോയെങ്കിൽ, ഇനിയുള്ള ശിഷ്ടകാലം ജീവിതത്തെ സ്വയം തിരിക്കാം. മുതലാളി ആനയെ വാങ്ങിച്ചു. ആനപ്പാപ്പാന് ശമ്പളം കൊടുത്തു നിർത്തി. ആനപ്പാപ്പാൻ ആനയോട് പറഞ്ഞു, ഇടതാനെ ആന ഇടത്തേക്ക്, വലതാനെ ആന വലത്തേക്ക്, തടിപിടിക്കാനെ ആന തടിപിടിക്കുന്നു. മുതലാളിക്ക് അസൂയ. മുതലാളി ആനയോട് ഇടതാനെ അത് വലത്തേക്ക്, വലതാനെ അത് ഇടത്തേക്ക്, തടിപിടിക്കാനെ അത് മുതലാളിയെ പിടിക്കാൻ വരുന്നു. മുതലാളി ആനപ്പാപ്പാനോട് പറഞ്ഞു, ആനയ്ക്ക് വെളിവില്ല, ചില കാര്യങ്ങളൊക്കെ ആനയെ പഠിപ്പിക്കാനുണ്ട്. നാളെ പ്രഭാതത്തിൽ ആനയെ ബംഗ്ലാവിൻ്റെ മുറ്റത്ത് കൊണ്ടുവന്ന് നിർത്തുക. അങ്ങനെ ആനപ്പാപ്പാൻ ആനയെ ബംഗ്ലാവിൻ്റെ മുറ്റത്ത് പിറ്റേന്ന് കൊണ്ടുവന്ന് നിർത്തി. ആനയെ ചില പാഠം പഠിപ്പിക്കാൻ മുതലാളി തീരുമാനിച്ചു. അങ്ങനെ
ആന ചിരിച്ചു കൊടുത്ത കാല ചവിട്ടി മുതലാളി ആനപ്പുറത്ത് കയറിയിരുന്നു. വെപ്രാളത്തോടെ കയറിയിരുന്നപ്പോൾ തിരിഞ്ഞുപോയി. തല നോക്കിയിരിക്കേണ്ടടുത്ത് ഇപ്പോൾ വാല് നോക്കിയാണ് മുതലാളിയുടെ ഇരിപ്പ്. ആനപ്പാപ്പൻ പറഞ്ഞു, മുതലാളി ആനപ്പുറത്തിരിക്കുന്നത് അങ്ങനെയല്ല, തിരിഞ്ഞിരിക്കണം. മുതലാളിക്കത് ഇഷ്ടപ്പെട്ടില്ല. മുതലാളി ചോദിച്ചു, പണം കൊടുത്ത് ആനയെ വാങ്ങിച്ചതാരാണ്? അത് മുതലാളിയാണ്. നിനക്ക് ശമ്പളം തരുന്നത് ആരാണ്? അത് മുതലാളിയാണ്. അങ്ങനെയെങ്കിൽ നീ ആനയെ തിരിക്ക്. എനിക്ക് തിരിയാൻ മനസ്സില്ല. ആനപ്പാപ്പൻ വന്ന് ആനയോട് പറഞ്ഞു, തിരിയാനയെ. ആന തിരിഞ്ഞു. മുതലാളിയുടെ നോട്ടം ഇപ്പോഴും മാറിയിട്ടില്ല. വീണ്ടും ആന തിരിച്ചു, തിരിയാനയെ. ആന തിരിഞ്ഞു, പക്ഷേ നോട്ടം മാറിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കുകയാണ്, ആനയെ തിരിച്ചിട്ട് കാര്യമില്ല. മുതലാളി തിരിയണം. ലോകത്തെ തിരിക്കാൻ നോക്കണ്ട, ലോകത്തെ നന്നാക്കാൻ നോക്കണ്ട. നമുക്ക് സ്വയം വിശുദ്ധീകരിക്കാം. ലെറ്റ് എവരിവൺ മേ സ്വീപ്പ് ഹിസ് ഓൺ ഡോർ, ദെൻ ദ ഹോൾ വേൾഡ് വിൽ ബി ക്ലീൻ. ഓരോ വ്യക്തിയും അവനവൻ്റെ പടിപ്പുര അടിച്ച് വൃത്തിയാക്കട്ടെ. അപ്പോൾ ലോകം മുഴുവനും ശുചിയാകും. പുതിയ വത്സരത്തിൻ്റെ എല്ലാ മംഗളങ്ങളും കഴിയുന്ന ഒരു വർഷത്തിൻ്റെ കൃപകളും ചേർത്ത് വെച്ച് ഏറെ സ്നേഹത്തോടെ എല്ലാവർക്കും ആശംസകൾ നേരുന്നു.